ഭരണഘടന നൽകുന്ന അധികാരത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ജനാധിപത്യത്തിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ ഗവർണറാണ് കേരളത്തിൻ്റെ രാജ്ഭവനിൽ നിന്ന് പടിയിറങ്ങുന്നത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഗവർണറായെത്തി. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പദവിയുടെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ നിരവധി ഒറ്റയാൾ പോരാട്ടങ്ങൾ നടത്തി. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെയും മന്ത്രിസഭാ ഓർഡിനൻസുകൾ തിരിച്ചയച്ചും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ ചാൻസലർ എന്ന പദവി എന്താണെന്ന് കാട്ടിക്കൊടുത്തുമൊക്കെ സർക്കാരിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയത്. ഇടത് വിദ്യാർത്ഥി സംഘടനയായ SFIയുമായി നേരിട്ട് തെരുവുയുദ്ധവും ഗവർണർ നടത്തി. പിണറായി ഭരണത്തെ വരച്ച വരയിൽ നിർത്തിയ ഗവർണർ കാലാവധി പൂർത്തിയാക്കുമ്പോൾ സന്തോഷിക്കുന്നവരും കുറവല്ല. സംസ്ഥാന സർക്കാരിന് ഭരണപ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ വേഗത്തിൽ പടിയിറങ്ങണമെന്നായിരുന്നു സർക്കാരിൻ്റെയും ആഗ്രഹം. എന്നാൽ പുതിയ ഗവർണറെ നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം രാഷ്ട്രപതി പുറപ്പെടുവിക്കും വരെ ഗവർണർക്ക് പദവിയിൽ തുടരാം. 2 ആഴ്ച മുമ്പ് ഗവർണർ രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും സന്ദർശിച്ചെങ്കിലും പദവിയിൽ തുടരുന്നത് സംബന്ധിച്ച് വ്യക്തമായ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. പിണറായി സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വാർത്തകളിൽ ഇടം പിടിച്ചത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയത്തെ എതിർത്തുകൊണ്ടായിരുന്നു ഗവർണർ ആദ്യ വെടി പൊട്ടിച്ചത്. പിന്നീട് കണ്ണൂർ VC ആയി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകാനുള്ള സർക്കാർ സമ്മർദ്ദത്തിൽ ഗവർണർ വഴങ്ങാതെ നിന്നു. നിയമസഭാ സമ്മേളനത്തിൽ മന്ത്രിസഭ പാസാക്കിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാൻ വിസമ്മതിച്ചാണ് പിന്നീട് എതിർപ്പ് പ്രകടിപ്പിച്ചത്. ഇത് സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കി. എന്നാൽ ഭരണപ്രതിസന്ധി മറികടക്കാൻ ഗവർണർ തന്നെ ഉപാധി കണ്ടെത്തി. നയപ്രഖ്യാപനത്തിൻ്റെ തുടക്കവും ഒടുക്കവും മാത്രം വായിച്ച് നിയമസഭയിൽ നിന്ന് മടങ്ങിയാണ് വീണ്ടും സർക്കാരിന് ഗവർണർ അടികൊടുത്തത്. രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദിന് ഡീലിറ്റ് നൽകാനുള്ള ഗവർണറുടെ താൽപ്പര്യം സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് കേരള സർവകലാശാല നിരസിച്ചതോടെ ഏറ്റുമുട്ടലിന് പരസ്യ സ്വഭാവം വന്നു. സർക്കാരിനെതിരെ രാജ്ഭവനിൽ ഗവർണർ വാർത്താ സമ്മേളനം വിളിക്കുന്ന സാഹചര്യമുണ്ടായി. നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് കണ്ട് സാങ്കേതിക സർവകലാശാല VC നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയതായുധമാക്കി 9 VCമാർക്ക് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഇതിൽ കാലടി, കണ്ണൂർ, ഫിഷറീസ് സർവകലാശാല VCമാർക്ക് പദവി നഷ്ടമായി. VC നിയമനത്തിൽ ഗവർണറുടെ അധികാരം കവരുന്ന രീതിയിൽ സെർച്ച് കമ്മിറ്റി ഘടന മാറ്റിയുള്ള ബിൽ നിയമസഭ പാസാക്കിയെങ്കിലും ഗവർണർ ദീർഘനാൾ തടഞ്ഞുവെച്ചു. ഇതിന് പിന്നാലെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള ബില്ലും നിയമസഭ പാസാക്കി. അതിലും ഗവർണർ ഒപ്പിട്ടില്ല. ബില്ലുകൾ കൂട്ടത്തോടെ തടഞ്ഞുവെച്ചതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ എത്തിയതോടെ ഇവ രാഷ്ട്രപതിക്ക് റഫർ ചെയ്യുകയും ചെയ്തു. ഗവർണർ സർക്കാർ പോരിൽ 11 സർവകലാശാലകളിൽ VC നിയമനം മുടങ്ങി. കേരള, കാലിക്കറ്റ് സെനറ്റുകളിൽ സംഘപരിവാർ നോമിനികളെ ഗവർണർ തിരികെ കയറ്റിയതിനെതിരെ SFI ഗവർണറെ തെരുവിൽ തടയാനിറങ്ങിയത് സംഘർഷമുണ്ടാക്കി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ഒറ്റയ്ക്കിറങ്ങി വെല്ലുവിളിച്ചും ഗവർണർ എതിരിട്ടു. കോഴിക്കോട് മാർക്കറ്റിൽ പോയി നിന്നും റാഗിംഗ് കേസിൽ ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥൻ്റെ വീട് സന്ദർശിച്ചുമൊക്കെ ഗവർണർ ജനങ്ങളുടെ മനസ്സിൽ കയറി. ഗവർണർ പദവിയിൽ കാലാവധി പൂർത്തിയാക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാന് പകരം അടുത്തിടെ BJPയിലേക്ക് ചേക്കേറിയ പത്മജ വേണുഗോപാൽ വരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJPയിൽ അംഗത്വമെടുത്ത പത്മജയെ കേരളത്തിൻ്റെ ഗവർണർ പദവിയിലേക്ക് പരിഗണിക്കണമെന്ന് കേരളത്തിലെ BJP നേതാക്കൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതായാണ് വിവരം. എന്നാൽ തന്നോട് ഇത് ഔദ്യോഗികമായി ആരും പറഞ്ഞിട്ടില്ലെന്ന് പത്മജ അന്ന് തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ പത്മജയെ ഗവർണറാക്കിയാൽ കേരളത്തിൽ BJPയുടെ നില കൂടുതൽ മെച്ചമാകുമെന്നാണ് കണക്കുകൂട്ടൽ. കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ BJPയിലേക്ക് എത്താൻ സാധ്യതയും വർദ്ധിക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്.